എല്ലാവർക്കും MS ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കുനിശ്ശേരി കുമ്മാട്ടിയെക്കുറിച്ചാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അതായത് മീനമാസത്തിലെ പുണർന്നം നാളിലാണ് കുനിശ്ശേരി കുമ്മാട്ടി നടക്കുന്നത്. അവിടത്തുള്ള മെയിൻ പ്രതിഷ്ഠ പൂക്കുളങ്ങര ഭഗവതിയാണ് മെയിൻ പ്രതിഷ്ഠ. അമ്മയുടെ ജന്മനാളിലാണ് ഈ പുണർന്നം നക്ഷത്രത്തിലാണ് കുമ്മാട്ടി നടക്കുന്നത് കേട്ടോ. മീനമാസത്തിലായിരിക്കും നടന്നു വരിക, എപ്പോഴും സാധാരണ സമയങ്ങളിൽ. ഇപ്പോൾ നമ്മൾ മൂലസ്ഥാനത്തിൻ്റെ മുൻവശത്തായിട്ടാണ് ഒരു കുളം കാണുന്നുണ്ടാവും. ആ കുളത്തിന് ചുറ്റും നമ്മുടെ ഗജവീരന്മാർ നിരന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വടക്കേത്തറ ദേശവും തെക്കേത്തറ ദേശത്തിൻ്റെയും രണ്ടുപേരുടെയും 5 ആന വീതമാണ് നിരന്നു നിൽക്കുന്നത്. മൊത്തം 10 ആനയോളം ഉണ്ട് കേട്ടോ. ഈ കൊല്ലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 14 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ രാമരാജാവ് നമ്മുടെ കുനിശ്ശേരി മണ്ണിൽ വന്നു പോയത്. അതിനുശേഷം 14 വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറമാണ് 2026 രാമൻ ഈ പാലക്കാട് മണ്ണിൽ കുനിശ്ശേരിയിൽ വന്നു വരുന്നത്. അതുതന്നെയാണ് ഈ 2026 കുമ്മാട്ടിയുടെ പ്രത്യേകത എടുത്ത് പറയാനുള്ളത് കേട്ടോ. അതായത് നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. രാമനെ വരവേൽക്കുന്ന വീഡിയോസുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. കുനിശ്ശേരിൻ്റെ വീഡിയോസിൻ്റെ കാര്യങ്ങളെല്ലാം ഈ രാമൻ്റെ വരവേൽപ്പും കാര്യങ്ങളെല്ലാം നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഇവിടെ രാമൻ തടമ്പേറ്റിട്ട് വരുന്ന മുമ്പ് തന്നെ ആൾക്കാർ ഒരുപാട് പേര് രാമനെ പോയി രാമൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാമൻ തടമ്പേറ്റ് നിൽക്കുന്നത് ഈ കാണുന്നതാണ് തെച്ചിക്കോട്ട് കാവിലെ രാമചന്ദ്രൻ. ഇത് അമ്മയുടെ തിടമ്പേറ്റി നിൽക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ വേറെ ആനയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, നന്ദിയിലത്ത് ഗോപാലകൃഷ്ണൻ. അത് തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ്റെ യുവരാജാവ് എന്ന് പറയാം. അടുത്ത് നിൽക്കുന്ന ഹൈറ്റ് രണ്ടുപേരും ഏകദേശം അടുത്തടുത്ത് നിന്ന് കഴിഞ്ഞാൽ രണ്ടുപേരും ഏകദേശം ഹൈറ്റ് ഏകദേശം ഒപ്പം പറയാനുണ്ട് കേട്ടോ. പക്ഷേ തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രനാണ് കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതൽ. അപ്പോൾ നമ്മളിപ്പോൾ 2 ദേശത്തിൻ്റെ ആനകൾ മാറി മാറി നിന്നിട്ട് കുട്ടുന്ന വാദ്യമേളമായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ വടക്കേത്തറ ദേശത്തിൻ്റെയാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് വേല കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊത്തമായിട്ട് ആൾക്കാർ ജനങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇഷ്ടക്കണക്കിന് കുട്ടികളും എല്ലാവരും എന്തിനാ പറയുക, നമ്മൾ പോലീസുകാർ ചേട്ടന്മാരടക്കം തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തിരക്കാണ് കേട്ടോ. അവരും വന്ന് ഫോട്ടോസൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വീഡിയോസും കുറേ ഷോർട്സും ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ചുള്ള. നമ്മളപ്പോൾ വീഡിയോ ഇപ്പോൾ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ വീഡിയോ ആയതുകൊണ്ട് അത്യാവശ്യം ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് വന്നു കേട്ടോ കുനിശ്ശേരി കുമ്മാട്ടിക്ക് പോകുന്നത്. ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ ഞാനും ബ്രദറും ഈ ഭാഗത്തോട് എപ്പോഴും വരാറുണ്ടെങ്കിലും കുനിശ്ശേരി കുമ്മാട്ടിക്ക് റോഡിലൂടെ പോകുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ട് കുനിശ്ശേരി കുമ്മാട്ടി കുറച്ച് ജസ്റ്റ് കണ്ടിട്ട് പോകാറുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്രാവശ്യമാണ് ഞങ്ങൾക്ക് രാമൻ വരുന്നത് നമ്മുടെ ഈ മണ്ണിൽ വരുന്നുണ്ട് പറഞ്ഞിട്ടാണ് രാവിലെ കാലത്തിന് പോയി അമ്മയപ്പോൾ കണ്ടു തൊഴുതി. അതിന് ശേഷം എഴുന്നള്ളിപ്പ് കാത്തിരുന്നാണ്. 4 മണിക്കാണ് എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. മൂലസ്ഥാനത്തും തുടങ്ങിയിട്ട് അതിൻ്റെ ഭാഗത്ത് തന്നെ കുളത്തിൻ്റെ ഒരു ആൽത്തറമ്പ അവിടെ തന്നെയാണ് വെച്ചിട്ട് കൊട്ടും വാദ്യമേളം കഴിഞ്ഞ ശേഷം ഒരു 1 മണിക്കൂറോളം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത ശേഷമാണ് കേട്ടോ അമ്പലത്തിലോട്ട് പോകുന്നത്, മെയിൻ അമ്പലത്തിലോട്ട് പോകുന്നത്. പിന്നെ അവിടെ നിന്നുണ്ടായിരിക്കും കൊട്ടും വാദ്യമേളമെല്ലാം. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പഞ്ചാരി മേളവും കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ നെന്മാറയിൽ വെടിക്കെട്ട് നടത്തുന്നില്ലേ സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞ പുള്ളിക്കാരനാണ് ഇപ്രാവശ്യം കുനിശ്ശേരിയിൽ വെടിക്കെട്ട് നടത്താൻ വന്നത്. അപ്പോൾ വൈകിട്ട് അതിഗംഭീരമായ വെടിക്കെട്ടാണ് കുനിശ്ശേരിക്കാർ വെടിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ പാലക്കാട് മണ്ണിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നെന്മാറ വെടിക്കെട്ടൽ ഗെയിമാണ്. അതിനുശേഷം വന്നിട്ട് ഇപ്പോൾ കാവശ്ശേരി ഒപ്പത്തിനൊപ്പം തൊട്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ കുനിശ്ശേരിയും ഇപ്രാവശ്യം അതിഗംഭീര വെടിക്കെട്ടാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മേളം കഴിഞ്ഞിട്ട് വെടിക്കെട്ടും കൂടെ കാണണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹം. ഞാനപ്പോൾ പരമാവധി വീഡിയോസുകൾ ഫുള്ളായി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, വീഡിയോസ് കാണാം, മേളം കാണാം, വേല കാണാം, കുമ്മാട്ടി കാണാം കേട്ടോ. പിന്നെ പറയാനുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയെ കുറിച്ച് നമുക്ക് പറയാതെ തന്നെ അറിയാം. ഇന്നത്തെ കുനിശ്ശേരി കുമ്മാട്ടി നടക്കുമ്പോഴുള്ള ടെമ്പറേച്ചർ വന്നിട്ട് ഏകദേശം ഒരു 38-39 ടെമ്പറേച്ചർ ചൂടിലാണ് പാലക്കാട്ടുകാർ. ഒരു 3-3:30-4 മണിയാകുമ്പോഴേക്കും എന്നാൽ രാമനെ കാണാൻ വേണ്ടി റെഡിയായിട്ട് എന്നുള്ളപ്പോൾ ഇതിലാണ് കാത്തിരിക്കുന്നത്. എല്ലാവരും റോഡിലാണ് നിൽക്കുന്നത്. റോഡിൽ ഓൾറെഡി നമ്മൾ വാട്ടർ അതോറിറ്റിൻ്റെ വെള്ളം വന്നിട്ട് ഏകദേശം വെള്ളമൊക്കെ റോഡിൽ അത്യാവശ്യം നനച്ചിട്ടുണ്ട് കേട്ടോ. നനച്ച ശേഷമാണ് ആനകളെ കൊണ്ട് നിർത്തിയത്. അതിനുശേഷം എന്താ തമ്പാട്ടി പറഞ്ഞാൽ വെളിച്ചപ്പാട് മൂലസ്ഥാനത്തുനിന്ന് വാളുമായിട്ട് ആൽത്തറ
അൽത്തറ ഇതാണ് കാണുന്നതുണ്ടോ ആ മൂലസ്ഥാനം, അമ്മയുടെ കുളങ്ങര ഭഗവതിയുടെ മൂലസ്ഥാനത്ത് വന്നിട്ട് മൂലസ്ഥാനത്തിന് മുമ്പിൽ വന്നിട്ട് എല്ലാവർക്കും ഭസ്മം നൽകുന്നൊരു ഇതുണ്ടായിരുന്നു. നമുക്കും വാങ്ങി ഭസ്മം വാങ്ങി തൊഴാൻ പറ്റി. അപ്പോൾ അത് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങാൻ സാധിച്ചു. പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ ആനകൾ അവിടെ നിന്ന് വാദ്യമേളം കഴിഞ്ഞ ശേഷം പിന്നെയും മൂലസ്ഥാനത്തിൻ്റെ മുമ്പിലോട്ട് വരുന്ന വിഷയമാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇത് മൂലസ്ഥാനത്തിനോട് മുമ്പിലോട്ട് വന്നിട്ട് അപ്പുറത്ത് കുറച്ചും കൂടെ ഫ്രണ്ടിൽ കഴിഞ്ഞാൽ ഈ കുനിശ്ശേരിൻ്റെ വേട്ടക്കരമൻ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് നന്നായിട്ട്. അപ്പോൾ ഈ ആനകൾക്ക് അവിടെ നിന്നിട്ട് നമുക്ക് ഒരു 15 മിനിറ്റോളം അവിടെയും വാദ്യമേളം നടക്കാറുണ്ട്. അപ്പോൾ അവിടേക്ക് വരുന്ന വഴിയാണ് നിരനിരയായിട്ട് ഗജവീരന്മാർ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് തെച്ചിക്കോട്ടുകാവിലെ രാമചന്ദ്രനാണ്, നമ്മുടെ രാമരാജാവ്. പിന്നെ അതിൻ്റെ ബാക്കിൽ നന്ദിയിലത്ത് ഗോപാലനും കൂടെ വരുന്നുണ്ടോ. രണ്ടുപേരും നമുക്ക് എടുത്ത് പറയാൻ അത് അടുത്ത യുവരാജാവ് എന്ന് പറയില്ലേ, രണ്ടുപേരും നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതാ കയറി വരുന്നുണ്ടോ. അത് തെക്കേത്തറ ദേശത്തിൻ്റെ ആനയായിട്ടാണ് നന്ദിയിലത്ത് ഗോപാലനെ അവർ എഴുന്നള്ളിച്ചിരിക്കുന്നത്. ഇതിനിപ്പോൾ രണ്ടുപേരുടെയും വിഷ്വൽ കണ്ടുപിടിക്കണം. പിന്നെ രാമനെക്കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ രാമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അവൻ തുമ്പിക്കൈ കൊടുത്തിട്ട് എല്ലാവരും ഒരു ഹായ് പറയാറുണ്ട് കേട്ടോ. എല്ലാവരും വിളിക്കുന്നുണ്ട്, രാമ വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കൈപൊക്കി കാണിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, തുമ്പിക്കൈ പൊക്കി കാണിക്കാറുണ്ട്. ഇത് സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ രാമനെ എവിടെ കാണാൻ പോയാലും രാമനെ കൈ തുമ്പിച്ച് പൊക്കി കാണിക്കാറുള്ളത് പതിവാണ്. പിന്നെ എടുക്കാനാണ് കേട്ടോ, വീഡിയോസ് എടുക്കാനും കുട്ടികളായാലും ശരി വലിയൊരു പ്രായമായാലും ശരി രാമനെ കാണാൻ എല്ലാവരും നല്ല തിരക്കായിരുന്നു, നല്ല ക്രൗഡായിരുന്നു. അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, അതേ നല്ല ചൂടാണ്. 4 മണി ടൈമാണ്, നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു. 4 മണി കഴിഞ്ഞാൽ ഏകദേശം വെയിൽ കമ്മിയാവാറുണ്ട്. പക്ഷേ പാലക്കാട് ജില്ലയിൽ മാത്രം തന്നെ രാമനിപ്പോൾ കൈവൊക്കെ എല്ലാവരും ഹായ് പറയണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് നന്ദിയിലത്ത് ഗോപാലനാണ്. പുള്ളി ആനയും നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു കൂടുതൽ നിൽക്കുന്നത് രാമനാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം കുറച്ച് ചരിവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ രാമൻ നിൽക്കുന്ന ഭാഗം കുറച്ച് ചരിഞ്ഞ ഭാഗത്താണ്. നന്ദിയിലത്ത് ഗോപാലൻ നിൽക്കുന്ന ഭാഗം കുറച്ച് ഹൈറ്റാണ്. റോഡിൻ്റെ ചെരുവിൽ കുറച്ച് നന്ദിയിലത്ത് ഗോപാലൻ അതിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്, തലയെടുപ്പുണ്ടെന്ന് തോന്നും. പക്ഷെ എന്നാലും രാമൻ തന്നെയാണ് ഹൈറ്റ്. ഇപ്പം നമ്മളിപ്പോൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ മേളം തുടങ്ങുമ്പോൾ അറിയാം ഹൈറ്റ് ആരാണെന്ന്. ഇപ്പോൾ നമുക്ക് വരിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ആൽത്തറ മുക്കിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന അതാണ്. അത് നമ്മുടെ മൂലസ്ഥാനത്തിൻ്റെ ഭാഗത്തായി ലൈനിലാണ് നിൽക്കുന്നത്. അതൊക്കെ ഈ കാണുന്നതാണ് കേട്ടോ. അവിടെ ആൽത്തറയിൻ്റെ ഭാഗത്ത് പോയി ഇപ്പോൾ എല്ലാവരും 10 ആനകളും നിരന്ന് മേളം തളം തുടങ്ങിയിട്ടോ. ഇവിടെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് മേളം കൊട്ടിയിലാണ്. ഇനി ഇവിടെ നിന്ന് വരിവരിയായിട്ട് റോഡിലൂടെ നടന്നിട്ടാണ് സാധാരണ പതിവായിട്ട് കാവിലോട്ട് മെയിൻ ക്ഷേത്രത്തിലോട്ട് ആനകൾ ഗജവീരന്മാരും പോകാറുള്ളത്. പിന്നെ നോക്കിയുള്ളത് നമ്മൾ ഇത്ര ചൂട്ടിലും രാമനെ ഫോട്ടോസ് എടുക്കാനും രാമൻ്റെ ഒപ്പം മേളം കാണാനും നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ളവരും ശരി അതിൽ പുറമേ നിന്നും ഉള്ള ആൾക്കാരും ശരി ഫുൾ തിരക്ക്. മൊത്തം നല്ല ക്രൗഡായിരുന്നു പറഞ്ഞാൽ നല്ല ക്രൗഡായിരുന്നു കേട്ടോ. അമ്മാതിരി ചൂടായിരുന്നു. ഞങ്ങൾക്ക് തന്നെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, അത്ര ചൂടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ വെടിക്കെട്ട് വന്നിട്ട് 7 മണിക്കും 7:30 ഇടയ്ക്കാണ് വെടിക്കെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വെടിക്കെട്ടെന്ന് കാണാൻ നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. അത് നമ്മുടെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ ഏകദേശം ഒരു 6-6:15 ആകുമ്പോഴേക്കും ഞങ്ങൾ പോയില്ലായിരുന്നു. വേറൊരു സ്ഥലത്തും കൂടെ പോകേണ്ട ഒരു അത്യാവശ്യം ഒരു കാര്യമുള്ളതുകൊണ്ട് തുണിശ്ശേരി കുമാരിൽ ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളെ വീഡിയോസിൻ്റെ അതിനുശേഷം വീട്ടിൽ വന്ന ശേഷമാണ് കേട്ടോ നമ്മൾ TV ചാനലൊക്കെ കണ്ടപ്പോഴാണ് റീൽസിലൊക്കെ കണ്ടപ്പോഴാണ് കുറേ മിസ് ചെയ്തു. വെടിക്കെട്ട് നല്ലൊരു വെടിക്കെട്ട്, പ്രാവശ്യം നല്ല വെടിക്കെട്ടായിരുന്നു. അതായത് നമ്മുടെ നിമ്മാർക്കൊക്കെ ചെയ്യുന്ന സ്റ്റീഫൻ ചേട്ടൻ്റെ വെടിക്കെട്ടാണെന്ന് പറഞ്ഞു കേട്ടത്. പുള്ളിക്കാരൻ നന്നായിട്ട് വെടിക്കെട്ട് എപ്പോഴും പുള്ളി കേമമായിട്ടാണ് ചെയ്യാറുള്ളത് അത്ര. അപ്പോൾ നമുക്കത് കാണാൻ പറ്റാനില്ല, ഭാഗ്യമില്ലാതെ ഇപ്പോൾ. അപ്പോൾ നമ്മൾ പരമാവധി ഒരു ഇത് പോകാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റോളം മേളം കൊട്ടി ഗജവീരന്മാരെല്ലാം റോഡിലൂടെ നടന്ന് നമ്മുടെ കാവിലോട്ട് പോകുന്ന വിഷ്വലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് വരിവരിയായിട്ട് നിന്നു. അത് 2 വരിയായിട്ടല്ലേ പോകുന്നത്. നന്ദിയിലത്ത് ഗോപാലനും രാമനോടൊപ്പം നിൽക്കുന്ന വിഷ്വലാണ്. അത് അവിടുത്തെ കുനിശ്ശേരിയിലെ വേട്ടക്കരമൻ ക്ഷേത്രമാണ് അപ്പുറത്ത് കാണുന്നത്. വേട്ടക്കരമൻ ക്ഷേത്രമായ ഇത് റോഡാണ് കേട്ടോ. റോഡ് ഇവിടെ വണ്ടികൾ സാധാരണ കുനിശ്ശേരി ബസ്സും പാലക്കാട്ടിലേക്ക് പോകുന്ന ബസ്സുകൾ ഈ റൂട്ടിലൂടെ പോകാറുള്ളത് പൊതുവായിട്ട്. അപ്പുറത്തായി തൊട്ടടുത്ത് കാണുന്നതാണ് വേട്ടക്കരമൻ ക്ഷേത്രം. അതിനോട് താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഇപ്പോൾ കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള പോകുന്ന ഗജവീരന്മാർ അവിടേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. നിങ്ങൾ റോഡിൽ കണ്ടാൽ തന്നെ അറിയാം ഫുള്ളായിട്ട് ക്രൗഡാണ് കേട്ടോ. ആനകൾക്ക് 4-5 ആൾക്കാരാണ്. പക്ഷേ എലിഫൻ്റ്
സ്കോഡുണ്ട്. ആരെയും കുട്ടികളെയും വലിയവരിൽ ആരുടെയും രാമനെയോ മന്ദിരത്ത് ഗോപാലിനെ തൊടാനൊന്നും സമ്മതിക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം ചൂടിലാണ് നിൽക്കുന്നത്. പിന്നെ റോഡൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, കാലൊക്കെ നല്ല കൂളിങ്ങാണ്. പക്ഷെ അന്നേരം തൊട്ട് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ആന ഇടയുകയോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകും പറഞ്ഞിട്ട് ആനയും തൊടാൻ സമ്മതിക്കുന്നില്ല എലിഫൻ്റ് സ്കോഡ്. അതൊരു നല്ല കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആനകളും ഒരേപോലെ ഇല്ലല്ലോ. നമ്മൾ തൊട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇടഞ്ഞു പോയിക്കഴിഞ്ഞാൽ ഒരുപാട് ക്രൗഡുള്ളതാണ്. ആരെങ്കിലും ഇടയിൽപ്പെട്ട് കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല, അവസ്ഥ അറിയില്ല. ആനകൾക്ക് ചിലപ്പോൾ തൊടുന്ന ഇഷ്ടമായില്ല. നമുക്ക് ആനേൻ്റെ നമുക്ക് ദൂരം നിന്ന് കാണുക, ഫോട്ടോ എടുക്കുക, അത് മാത്രമേ പറ്റത്തുള്ളൂ. ആനയെ പരമാവധി തൊടാതിരിക്കുക. അതായത് വേലയ്ക്കും പോലൊക്കെ പോകുന്നവർ പ്രത്യേകം പറയണം. നമ്മൾ ചില ആനകൾക്ക് തൊടുന്ന ഇഷ്ടമല്ല. ഇതിപ്പോൾ നമ്മൾ കണ്ടോ ഭഗവതിൻ്റെ അവിടേക്ക് വരികയാണ്, വരിയായിട്ട് വരിക ആനകളെല്ലാവരും വരികയാണ് കേട്ടോ. എപ്പോഴും നമുക്ക് നമ്മൾ തെച്ചിക്കോട്ട് രാമചന്ദ്രനെ കാണുന്ന സമയത്ത് രാമേട്ടനെ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാമേട്ടനെയും കൂടി കാണാമെന്നുള്ളതുകൊണ്ട് പോയത്. നമുക്ക് അടുത്ത് നിൽക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഫോട്ടോ എടുക്കാൻ അടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. രാമനൊക്കെ ഫോട്ടോ എടുത്തു, എന്നാലും സെപ്പറേറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ പോയ ശേഷം ആകുമ്പോഴേക്കും അവിടെ നിന്ന് ദേശത്തുനിന്ന് അലങ്കാരമൊക്കെ കഴിഞ്ഞ് ആന വരാറായി, അവലോട്ട് വരാറായി. ഇതുണ്ടോ ഫുൾ ക്രൗഡാണ്. അവിടെ നല്ല സ്പേസുള്ള സ്ഥലമാണ് കുരിശ്ശേരി കുമ്മാട്ടി നടക്കുന്ന സ്ഥലം. അതായത് അമ്പലത്തിന് മുൻവശത്താണ് ഈ പന്തൽ ഒരുക്കിയിരിക്കുന്നത്. അമ്പലത്തിന് മുമ്പായിട്ടാണ് അത് വലിയ ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിലാണ് ഈ പന്തൽ ഒരുക്കിയിരിക്കുന്നത്. ഇത്രയും വലിയ പന്തൽ നെന്മാറ കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടോ കുരിശ്ശേരിയായി. നെന്മാറയാണ് ഇപ്പം സാധാരണ നെന്മാറക്കാരൻ്റെ വല്ലങ്ങി ദേശവും വേറെ ദേശവും 2 ദേശമുണ്ട്. ഈ 2 ദേശത്തിനെയും ഗംഭീരമായ പന്തലാണ്. ഈ പന്തൽ ചെയ്യുന്നവരാണ് കേട്ടോ ആരാധന പന്തൽ വർക്ക്സ് ചെയ്യുന്നത്. അവരാണ് ഈ പ്രാവശ്യം ഇവിടെ നമ്മുടെ കുരിശ്ശേരി കുമ്മാട്ടിക്കും ചെയ്തിരിക്കുന്നത്. പന്തൽ ഗംഭീരം എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീരം. നെന്മാറ തന്നെ നമുക്ക് പെട്ടെന്ന് നെന്മാറയിൽ പോയെന്നൊരു ഓർമ്മ വരും. അത്രയും ഹൈറ്റും അത്രയും വീതിയുള്ള പന്തലാണ് കേട്ടോ. 10 ആനകൾ നിരന്ന് നിന്നിട്ടും പന്തൽ അതിനേക്കാളും വലുപ്പത്തിലാണ് വീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് നന്നായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റിങ് ഞങ്ങളിപ്പോൾ നോക്കട്ടോ, ലൈറ്റിങ് തുടങ്ങി തന്നെ ഒരു 6-6:15 ആകുമ്പോഴാണ് അവർ ലൈറ്റ് പന്തലിട്ടത്. ഏകദേശം ഇരുട്ടായാലും മാത്രമല്ല ലൈറ്റ് ഇടുള്ളൂ. അപ്പോൾ ലൈറ്റ് ഇടാത്തൊരു വിഷയമാണ്. അപ്പോൾ ഏകദേശം ഒരു 5:45 ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഇവിടെ വന്നിട്ട് തന്നെ അമ്പലത്തിന് മുമ്പായിട്ട് വന്ന് ഫുള്ളായിട്ട് ആനകൾ നിരന്നു. ഇപ്പോൾ ഈ പന്തലിൻ്റെ അടുത്ത് തന്നെ തൊട്ടതായിട്ടൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. അത് വന്നിട്ട് ക്ഷേത്രം വന്നിട്ട് അങ്കാള പരമേശ്വരി ക്ഷേത്രമാണ് തൊട്ടടുത്ത് കാണുന്നത്. അടുത്തടുത്ത് അമ്പലങ്ങളുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ വേല നടക്കുന്നത് പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. അത് കുറച്ച് മുമ്പിലാണ്. ഈ പന്തലിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ. അടുത്ത് കുറച്ച് മുമ്പിൽ പോയി കഴിഞ്ഞാൽ അമ്മയുടെ ക്ഷേത്രം കാണാം. ഇത് പിന്നെ വൈകിട്ടാണ് അത്ര അമ്മയുടെ മുമ്പിൽ പോയിട്ടും ഇതേപോലെ ഗജവീരന്മാർ നിറന്ന് പഞ്ചവാദ്യം പഞ്ചാരി മേളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്കൊരു അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് പരമാവധി ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ. പക്ഷേ മിസ് ചെയ്തത് വലിയ സങ്കടമായി. ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ എടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലും റീൽസൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മൾ അത്രയും നല്ല കുമ്മാട്ടി മിസ്സായല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അത് കാണുന്നതാണ് അമ്പലം കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന അമ്പലം. ജനങ്ങളുടെ ക്രൗഡ് കണ്ടോ, മൊത്തം നല്ല തിരക്കാണ്. ഈ ചൂട്ടിലും രാമനെ കാണാനും കുരിശ്ശേരി കുമ്മാട്ടിയിൽ പങ്കെടുക്കാനും എത്തിയ ഭക്തജനങ്ങളാണ്. അത്രയും തിരക്ക് വന്ന മാതിരി തിരക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതാണ് ഭഗവതിയുടെ അമ്പലം. ഞങ്ങൾ ഉള്ളിൽ പോയി പിന്നെ വൈകിട്ട് ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ എന്ത് ചെയ്തു, അമ്മയുടെ മുമ്പിൽ പോയി തൊഴുതിയിട്ടാണ് പിന്നെ വീട്ടിലോട്ട് തിരിച്ച് പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രതിഷ്ഠ വന്നിട്ട് ഭദ്രകാളി പ്രതിഷ്ഠയാണ്. ശാന്തസ്വരൂപിണിയായ അമ്മയായിട്ടാണ് കുടികൊള്ളുന്നത് കേട്ടോ. ഭദ്രകാളിയായിട്ട് ഭഗവതിയാണ് ഇവിടെ പ്രതിഷ്ഠ. അപ്പോൾ അതിനോട് തൊട്ടടുത്ത് തന്നെ വീരഭദ്രൻ അപ്പുറത്തെ ഭാഗത്തുണ്ട്. തൊട്ടടുത്ത് അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. അതിൽ തൊട്ടടുത്ത് തന്നെ അയ്യപ്പനുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള നമ്മുടെ അമ്പല വിശേഷങ്ങളും ടൂറിൻ്റെ വിശേഷങ്ങളും എല്ലാ വിശേഷങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Indra.